ഹലോ, എന്തെങ്കിലും വിശേഷം? സുഖമാണല്ലോ അല്ലേ? അപ്പോൾ നിങ്ങളുടെ അവിടത്തെയൊക്കെ വെള്ളത്തിൻ്റെയൊക്കെ അവസ്ഥ എന്താണ്? നമ്മുടെ അവിടെ ഇതാണ് കേട്ടോ കാര്യങ്ങൾ നടക്കുന്നത്. ഇത് കണ്ടില്ലേ, മെയിൻ റോഡിലെ അവസ്ഥയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് തന്നെ വണ്ടി എടുക്കാനുള്ള അത്രയും സാഹസികതയ്ക്ക് ഞങ്ങൾ മുതിർന്നില്ല, നടക്കാം എന്ന് വിചാരിച്ചു. കാരണം അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇതെന്തത് പ്രാന്തുണ്ടോ, ഇമാതിരി വെള്ളത്തിൽ തുഴഞ്ഞ് എങ്ങോട്ടാണ് പോകണമെന്ന് നിങ്ങൾ ചിന്തിക്കണം. കാരണമുണ്ട്. കാരണമില്ലാണ്ട് നമ്മൾ പുറത്തിറങ്ങില്ലല്ലോ ഈ മഴയത്ത്. കാരണം എല്ലാവരും സേഫായിട്ട് വീട്ടിലിരിക്കാൻ വേണ്ടിയിട്ട് പോലീസും എല്ലാവരും കാര്യമായിട്ട് നമ്മളോട് പറയുന്നത് ഞങ്ങളിങ്ങനെ ഇറങ്ങി നടക്കണമെങ്കിൽ എന്തെങ്കിലും കാരണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം അതെന്തത് ചെരുപ്പൊന്നും ഇല്ലാണ്ടാണോ ഇറങ്ങിയെന്ന്. ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും ചെയ്യാറുണ്ടോ? കാരണം എൻ്റെ കെട്ടിയോ ഞാൻ ഷൂ ഇട്ടിട്ട് നടക്കണുണ്ട്, ഷൂ നീ നനയ്ക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു നീ ഷൂ ഒരു കൈ പിടിച്ചു എൻ്റെ ചെരുപ്പിട്ടോട് തന്നു. ഇങ്ങനെ ഏതെങ്കിലും കെട്ടിയവന്മാർ ചെയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. അപ്പം എൻ്റെ കെട്ടിയനോട് പറഞ്ഞു നീ ചെരുപ്പ് ഇടാണ്ട് നീ നടക്കണ്ട, ചെരുപ്പ് നീ ഇട്ടോ, ഞാൻ ചെരുപ്പ് ഊരിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ആളത് ഊരി തന്നതാണ് കേട്ടോ. ഞങ്ങൾ തുഴഞ്ഞ് എൻ്റെ ദൈവമേ ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. അരയ്ക്കൊപ്പം വെള്ളത്തിൽ ഞങ്ങൾ നീന്തിയാണ് കടന്നത്. അവസാനം ഞങ്ങൾ വിചാരിച്ചു പകുതി കടന്ന് ഞങ്ങൾ ഈ പാലമൊക്കെ ക്രോസ് ചെയ്ത് പോകാം എന്നൊക്കെ വിചാരിച്ചു. ഇത്രയും വലിയ സാഹസികതയ്ക്ക് ഞങ്ങൾ മുതിരണമെങ്കിൽ അതിനൊരു കാര്യമില്ലാണ്ടിരിക്കില്ലല്ലോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, മലയാറ്റൂർ മലയൊക്കെ തോൽക്കും അമ്മാതിരി മലയാണ് കയറിയോണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, കണ്ടതാണ് നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാവരും. പക്ഷേ ഈ ഒരു സൈഡിലും വെള്ളത്തിരി കുറവുണ്ടായിരുന്നു കേട്ടോ, അതിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. താഴത്തെ അവസ്ഥ നിങ്ങൾ നോക്കി എന്താണെന്നുള്ളത്. ഇവിടെ നാട്ടിലുള്ളവർക്ക് പ്രത്യേകിച്ച് ഞാൻ പറയും, ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊന്നും നമ്മുടെ നാട്ടിലെ പോലെ പെട്ടെന്നൊന്നും വലിയില്ല കേട്ടോ. മീൻസ് വണ്ടി വന്ന് എന്താ പറയുക, വേറെ വണ്ടി വന്ന് അത് വെള്ളം അവർ വലിച്ചെടുത്തിട്ട് പോകും. അതല്ലാണ്ട് വെള്ളം വച്ചാൻ ഉള്ള കുറേയൊക്കെ അവർ എന്താ പറയുക, നമ്മുടെ നാട്ടിലേക്ക് വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് അവർ അതിനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറെടുക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് അപ്ഡേറ്റ്. നമുക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല. ഓക്കെ, കണ്ടില്ലേ, പുഴയുടെ നടുക്കാണ് ഞങ്ങൾ വന്നു പെട്ടൊരവസ്ഥ. ഞങ്ങൾ പെട്ടു. നമ്മൾ മൂവിക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ വേറെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. മീൻസ് ഞങ്ങളുടെ അവസ്ഥ വളരെ ശോകമായിരുന്നു. ഞങ്ങളിവിടുന്ന് എന്താ പറയുക, ഇത്രയും വെള്ളമൊക്കെ താണ്ടി ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തിയേറ്റർ അടച്ചിരിക്കുന്നു. എന്നാൽ ആ മനുഷ്യന്മാർ എന്ത് കണ്ണീ ചോരയില്ലാത്തവന്മാരാ. അവന്മാർക്കൊന്ന് മെയിലയക്കുക, അതല്ലെങ്കിൽ അവന്മാർക്കൊന്ന് എന്താ പറയുക, ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അവരുടെ സൈറ്റിൽ. ഇതൊന്നും ചെയ്യാണ്ട് അവരത് ക്ലോസ് ചെയ്തപ്പോൾ നമ്മളുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഞാനത് കേൾപ്പിച്ചു തരാം. അപ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ എന്തായിരിക്കും നമ്മുടെ ഒരു മാനസികാവസ്ഥ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവരും സേഫായിട്ട് വീട്ടിലിരിക്കാൻ നല്ല കണക്കൊക്കെ ഉണ്ട്.